നമസ്കാരം, ഞാൻ ലക്ഷ്മി കാണത്ത്. വോട്ട് ചെയ്യാൻ പോകുന്ന ഓരോ ദേശസ്നേഹികളും ദേശത്തിനെതിരെ അംഗം കുറിക്കുന്ന ചില ദേശദ്രോഹികളുടെ വാക്കുകൾ ഒന്ന് കേട്ടു നോക്കണം. ഇവിടെ ഉള്ളവർ തീരുമാനിക്കും ഇനി ആര് ഭരിക്കണം എന്ന്. സാധാരണക്കാരനെ എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ വീട്ടിൽ ഉമ്മാമ ചോദിച്ചു തുടങ്ങി എന്താ ചെയ്യേണ്ടതും. അവരുടെ കയ്യിലേക്ക് ഉത്തരം കയ്യിലില്ല. പക്ഷേ ആ ചോദ്യം അവരിൽ വന്നു കഴിഞ്ഞു. ഇനി ഭരണകൂടം പേടിക്കാനാണ്. കാരണം ഇവിടുത്തെ ആളുകൾ അസ്വസ്ഥരാണ്. അവർക്ക് ആളുകൾക്ക് ഉത്തരം വേണം, എന്താണ് ചെയ്യേണ്ടതും. ഇവരെ പറഞ്ഞു കൊടുക്കുന്ന താമസം അവർ ചെയ്യാൻ തയ്യാറാണ്. ഞങ്ങളുടെ പ്രശ്നമാണ്. ഇന്ത്യൻ ഓരോ പൗരന്റെയും പ്രശ്നം തിരിച്ചറിഞ്ഞാണ് വീടുകളിൽ നാളെ ഇറങ്ങി തുടങ്ങി. ഇനി നിങ്ങളുടെ അന്ത്യം കുറിക്കാതെ ഞങ്ങൾ ഒടുങ്ങുകയില്ല. NRC അല്ല, CA അല്ല, അതിന്റെ അപ്പുറം കാറ്റ് കെട്ടി ഞങ്ങൾ ഇറങ്ങുള്ളൂ. അല്ലേ, അതങ്ങ് കാണാനുണ്ട്. മോദി ഷാ तेरे नाम, NRC तेरे नाम, CA तेरे नाम, BJP तेरे नाम, RSS तेरे नाम, चप्पल लिखकर तेरे नाम, NRC CA NPR तेरे नाम. ചിലർ ആഗോള ആസ്ഥാന അസ്വസ്ഥരാണ്. അതിന് ഹിന്ദുക്കൾക്കോ ഭാരതത്തിനോ ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. വല്ല മനോരോഗ വിദഗ്ധനെയും കാണേണ്ടി വരും. മറ്റൊന്ന്, ആടുമേയ്ക്കാൻ പോകുന്ന പോലെ അത്ര എളുപ്പമല്ല ഭാരതമാതാവിന് വേണ്ടി ജീവിതവും മരണവും സമർപ്പിച്ചവരുടെ അന്ത്യം കുറിക്കുന്നത്. അതോർത്താൽ നല്ലത്. രാഷ്ട്ര സുരക്ഷയ്ക്ക് വേണ്ടി രാഷ്ട്രം ഭരിക്കുന്നവർ കൊണ്ടുവരുന്ന സുരക്ഷാ നിയമങ്ങൾക്കെതിരെ കലാപ ആഹ്വാനം നടത്തുന്നവർ രാഷ്ട്രത്തെ മാത്രമല്ല ഹിന്ദു സംസ്കാരത്തെയും കൂടിയാണ് നശിപ്പിക്കാൻ ശ്രമിക്കുന്നത്. കാരണം രാഷ്ട്രം എങ്ങനെ ഭരിക്കണം എന്ന് രാഷ്ട്രം ഭരിക്കുന്നവരെ ഉപദേശിച്ച ഗ്രന്ഥമാണ് രാമായണവും ഭാഗവതവും ഭഗവത്ഗീതയും യോഗവാസിഷ്ടവും എല്ലാം. അത് മാത്രമല്ല, ക്ഷേത്രങ്ങളിൽ ഈ രാഷ്ട്രത്തിനു വേണ്ടിയും രാഷ്ട്രം ഭരിക്കുന്നവർക്ക് വേണ്ടിയുമുള്ള മന്ത്രങ്ങൾ അടങ്ങിയ വേദമന്ത്രങ്ങൾ ചൊല്ലാറുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ വേദങ്ങളും രാഷ്ട്രീയമാണ്. ഈ രാഷ്ട്രവും രാഷ്ട്രീയവും ഹിന്ദുത്വവും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. അതുകൊണ്ട് തന്നെ രാഷ്ട്രത്തിനെതിരെ ഇത്തരം കലാപാഹ്വാനങ്ങൾ നടത്തുന്നവര് പരോക്ഷമായും പ്രത്യക്ഷമായും ചെയ്യുന്നത് ഹിന്ദു സംസ്കാരത്തെ നശിപ്പിക്കുക എന്ന ഉദ്ദേശം തന്നെയാണ്.